നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പി.വി. അൻവർ. പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക നൽകുമെന്നും അൻവർ. തനിക്ക് UDF പ്രവേശനം വി.ഡി. സതീശൻ നിഷേധിച്ചത് പിണറായി വിജയൻ പറഞ്ഞിട്ടെന്ന് അൻവർ. ആര്യടൻ ഷൗക്കത്തിനും M. സ്വരാജിനും രൂക്ഷ വിമർശനം. ഷൗക്കത്ത് പിണറായി വിജയന്റെ പിന്നണി പോരാളി, സ്വരാജിന്റെ മതേതരത്വം കാപട്യമെന്നും പി.വി. അൻവർ. പി.വി. അൻവറുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് തെറ്റെന്ന് വി.ഡി. സതീശൻ. രാഹുലിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സണ്ണി ജോസഫ്. തെറ്റെന്ന് പാർട്ടി പറഞ്ഞാൽ അതാണ് ശരിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിസത്തിന്റെ ഇരയെന്ന് പി.വി. അൻവർ. നടത്തിയത് സൗഹൃദ കൂടിക്കാഴ്ചയെന്നും അൻവർ. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിഴിഞ്ഞത്തെ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. രാജ്യത്ത് കോവിഡ് കേസുകൾ 3000 കടന്നു. ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിൽ. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് 1336 പേർ. 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് 4 പേർ. സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ GHSS. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. മുതലുള്ള ദുരിതത്തിലാണ് 5-8 വീട്ടുകാർ. ഈ കാണുന്ന മുഴുവൻ ചെളിയും എല്ലാ വീടുകളുടെയും മുന്നിൽ ആരെയോടെങ്കിലും പറയാൻ പറ്റുന്നില്ല. ഇത്രമാത്രം ഒരു ദുഷ്ടതരം കെടുകാര്യസ്ഥത. ദേശീയപാത നിർമ്മാണത്തിൽ വലഞ്ഞ് കോട്ടപ്പുറം നിവാസികൾ. വികസനത്തിന്റെ ഇരകളായി മാറി 8ഓളം കുടുംബങ്ങൾ. ഒഴുകിവരുന്ന മലിനജലം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നിസ്സഹായാവസ്ഥയിൽ സമീപവാസികൾ. IPL 2ാം ക്വാളിഫയർ ഇന്ന്. മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. ആദ്യ കിരീടം ഉറപ്പിക്കാൻ പഞ്ചാബ്. ജയിക്കുന്ന ടീം ഫൈനലിൽ ബംഗളൂരിനെ നേരിടും. മഴ വിലനാകുമോ എന്നതിൽ ആശങ്ക. ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി PSG. ഇന്റർമിലിനെ തകർത്ത് എതിരില്ലാത്ത 5 ഗോളിന്. ഇരട്ട ഗോൾ നേടി 19-കാരൻ ദീസരെ ദുവേ. PSG-ക്ക് ഇത് കന്നി കിരീടം.